മക്കളെ നമസ്കാരം. ഞങ്ങളെ ഇന്നലെ ജർമ്മനിയിലെ ഹാംബുർഗിലേക്ക് വന്ന് ഞങ്ങൾ ഡെൻമാർക്ക്, സ്വീഡൻ എന്നുള്ള രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ് ജർമ്മനിയിലെ ഹാംബുർഗ് സിറ്റി ഇതുവരെ വരാത്തതാണ്. ഇത് നോക്കി, അടിപൊളി. ഇത് നോക്കി, സിറ്റി. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ സിറ്റി ടൂർ നടത്തുന്ന ബസ്സുണ്ട്. ആ ബസ്സിലാണത്. നോക്കിയേ, ഇവരെല്ലാവരും ഉണ്ട് കൂട്ടത്തില്. ചെയ്ത് അവിടെ ഇരുന്ന് വീഡിയോകൾ എടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ബസ്സിന്റെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ. അപ്പം ഞങ്ങളിവിടെ സിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇവിടുത്തെ ഈ സിറ്റി ടൂർ നടത്തുന്ന ബസ്സുണ്ട്. അപ്പോൾ ഇവർക്ക് 22 യൂറോ ഏതാണ്ടാണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ഇതുണ്ട്. ഈ ഇതിൽ എന്നാ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങും കൂടെ കൂടിക്കൊണ്ട് 40 യൂറോ ആണ് വരുന്നത്. അപ്പം 2 ഫാമിലി ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് യൂറോ വില കുറച്ച് കിട്ടി. അപ്പോൾ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പം നമ്മുടെ ഇതിനകത്ത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാംബുർഗിലാണ് കേട്ടോ ഇപ്പോൾ വന്നത്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വന്നു. ഹാംബുർഗിലാണ് ഇപ്പോൾ ഉള്ളത്. നമസ്കാരം. ജർമ്മനിയിൽ ഏകദേശം എല്ലായിടത്തും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇത് പുതിയൊരു സിറ്റി, ആദ്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇവരാണ് നോക്കിയേ, ഇതാണ് പുള്ളിയുടെ പേര്. കാണാമോ? ഹാംബുർഗ് സിറ്റി ടൂർസ് ബ്ലൂ ലൈനാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. സൈറ്റ് സീയിങ്ങിന്റെ ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഇതിലേക്കൂടെ ഐപ്പുള്ളിക്കാടിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര നടത്തിയപ്പോഴത്തേക്ക് അപ്പം നമ്മളെ ഇവിടെ സഹായിക്കാമെന്ന് ഏറ്റിരുന്ന ആള് നമ്മളെ കാലുവാരി പുള്ളി ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് ഞാനിവിടെ വന്ന് വിളിച്ചപ്പോഴത്തേക്കും പുള്ളി ഇവിടെ ഇല്ല. പുള്ളി ഇവിടുന്ന് വിട്ടുപോയി. ഇതുപോലെയൊക്കെയാണ്. നമ്മളെ തേടി ആരെങ്കിലും വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അവർ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ആള് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലായിടത്തും കൊണ്ട് കറക്കി എല്ലാം കാണിച്ചായിരുന്നു. ഞാനിവിടെ വരുമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി ഡേറ്റും ഒക്കെ കൊടുത്തു. വന്നപ്പോഴത്തേക്ക് ആട് കണ്ട നേരത്തെ പൂടെ ഇല്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇവിടുന്ന് വിട്ടുപോയി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളികളല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയാണ്. കാരണം ഇത്തവണ വന്നിട്ട് ആ പുള്ളിനെ ഞാൻ വിളിച്ചില്ല. അങ്ങനെ ഇരിക്കുന്നു. ഇത്തവണ ഇവിടെ ഹാംബുർഗിൽ വന്നപ്പോൾ വിളിച്ചില്ല. എന്താണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഹാംബുർഗിലുണ്ട്, ഇന്നും നാളെ ഇവിടെയുണ്ട്. നാളെ വൈകിട്ട് ഇവിടുന്ന് ആംസ്റ്റർഡാമിലേക്കാണ് പോകുന്നത്. അവിടെയുണ്ട് ഒരു 4 നൈറ്റ്. എനിക്ക് തോന്നണത് മിക്കവാറും ഇവിടെ വല്ല ബോംബ് വല്ലതും പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും പോലീസ് തലക്കും വിലക്കും കൂടുന്നതെന്ന് തോന്നണം. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിയെന്ന് വല്ല വിവരം കിട്ടിക്കാണും. അതുമാത്രമല്ല, ഇവിടെ വലിയ വലിയ ഭീകരവാദികൾ ഇവരെ പോലുള്ളവർ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ കേട്ട് കാണും. അതുകൊണ്ടായിരിക്കാം പോലീസ് തലക്കും വിലക്കും കൂടുന്നത്. അല്ല, പോലീസും പോയി രണ്ടും കൂടെ കൂടിയാ. എന്താണെങ്കിലും കൊള്ളാം. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ബൈ.